ശ്രീകുമാരേട്ടനിൽ തന്നെ നമുക്ക് തുടങ്ങാല്ലേ. അതായത് അമൃത ടിവിയിലെ സ്വന്തം മുത്താണ് ശ്രീകുമാർ അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോ എന്ത് സന്തോഷം. അതെ അതെ, ആ ഒരു മുത്തിനെ ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ മിസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പൊ കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. എന്താണ് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? അമൃത ചാനലിന്റെ ബെസ്റ്റ് ആക്ടർ ഷോ ഉണ്ടായിരുന്നു. ഈ ഫ്ലോറിലാണ്. ഈ ഫ്ലോറിലായിരുന്നു. സെലക്ഷനൊക്കെ ആയി. സെലക്ഷൻ കഴിഞ്ഞു, എൻട്രി ചെയ്തു. പക്ഷേ പ്രോഗ്രാമിൽ നിന്ന് ആദ്യത്തെ എപ്പിസോഡിൽ പുറത്തു പോകുന്ന ആൾ ഞാനായിരുന്നു. എലിമിനേഷൻ ഔട്ടായി. പക്ഷെ അതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കുറെ നല്ല വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതിന് ശേഷമാണ് പിന്നെ ചിരികിടതോം. ഈ പ്രോഗ്രാമിൽ നിന്ന് പുറത്തു പോയിട്ട് ഞാൻ പിന്നെ ഭയങ്കര എന്താണ്, നമുക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് അമൃതയുടെ തന്നെ ചിരികിടതോം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ആദ്യം വിളിക്കണ എന്നെയാണ്. അത് ശരി, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, തുടക്കമായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഉണ്ണിസാറാണ് അത് ഡയറക്റ്റ് ചെയ്തതും. യെസ്, അപ്പോൾ ആ ഒരു കരിയർ ഇങ്ങനെ നന്നായി മുന്നോട്ട് പോകുന്നു. ഈ എന്താ പറയാ, ശ്രീകുമാരേട്ടനെ കുറിച്ച് അറിയാത്തൊരു കാര്യം എന്റെ കയ്യിലുണ്ട്. എന്താടി എന്നോട് വേറൊന്നുമല്ല, അതായത് ശ്രീകുമാരേട്ടൻ അടിപൊളി ഒരു കേരള നടനഭൂഷണം കിട്ടിയ ഒരാളാണെന്നല്ലേ. കേരള നടനം നന്നായി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയണ്ടാവില്ല. ഇല്ല, കേരള നടനം പഠിച്ചിരുന്നു സ്വാതി തിരുനാൾ കോളേജിൽ. അപ്പോൾ അതിൻ്റെ എക്സാമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഞാൻ ഈ പ്രോഗ്രാമുമായിട്ടൊക്കെ പുറത്തൊക്കെ പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്നേഹിച്ചിയുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ കഥകളി, ഓട്ടംതുള്ളല്, ഡാൻസ്, പിന്നെന്താ പാട്ടുണ്ടോ? ഇല്ല, പാട്ടില്ല, അതിന് പഠിപ്പിക്കുമല്ലോ, ചേട്ടൻ പഠിപ്പിക്കുമല്ലോ. പിന്നെ എല്ലാത്തിലും ഇതൊക്കെ എടുത്ത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഗംഭീരമായിട്ട് ഈ കരിയർ ഇങ്ങനെ കൊണ്ടുപോവാണ്. മറിമായത്തിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? മറിമായത്തിൽ ഞാൻ സത്യത്തില് പിന്നെ MA തിയേറ്ററാണ് പഠിച്ചത്. നാടകങ്ങൾ ചെയ്തിരുന്നു. അപ്പം ആ സമയത്താണ് ഛായാമുഖി എന്ന് പറയുന്ന നാടകം ചെയ്യണത്. അത് കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. അപ്പൊ എനിക്ക് പുറത്തു പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ MPhil ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെയൊക്കെയാണ് MPhil എടുക്കുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ് ശിവ അവിടെ പഠിക്കുന്നുണ്ട് MG ക്യാമ്പസിൽ. അപ്പൊ സിദ്ധു ആണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു പുതിയ ചാനൽ ലോഞ്ച് ചെയ്യാണ്, ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പൊ അറിയാലോ, എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ചാനലിന്റെ ഓഫീസ്. അപ്പൊ ആദ്യം ഞാൻ അയ്യോ ഇല്ല, എനിക്ക് ക്യാമറ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവര് അന്വേഷിച്ചിട്ട് വേറെ ആളെ കിട്ടിയതുമില്ല. അവരുടെ അവസാനം എന്റെ വീട്ടിൽ വന്ന് സാറ് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെയാണ്. വയ്യാതിരിക്കുന്നുണ്ടല്ല, എന്റെ അമ്മയുടെ സ്വഭാവം അറിയില്ലേ, അവര് പറഞ്ഞു ഏതോ ഫ്ലാറ്റിലാണ് ഷൂട്ട് ചെയ്യണേന്ന്. പോകാൻ പറ്റില്ല, വേണേ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടെ. അങ്ങനെ ഞങ്ങളുടെ ആദ്യമായിട്ടായിരിക്കും ഒരു വീട്ടിൽ വന്ന് ക്യാമറ കൊണ്ട് ഒരു നടിയെ കണ്ടെത്തുന്നത്. ഛായാമുഖി അപ്പൊ അതിലെങ്ങനെ വന്നു? ഞാൻ വിചാരിച്ച മറിമായത്തിന് ശേഷമാണ്. അല്ലല്ല, ഇത് ടെലിവിഷനും സിനിമയ്ക്കും ഒക്കെ മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ലാലേട്ടന്റെ കൂടെ സ്റ്റേജ് എക്സ്പീരിയൻസ്, അത് വലിയൊരു സംഭവമാണ്, അറിയാലോ നിനക്ക്. അപ്പോൾ അത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഞാൻ MA പഠിക്കുന്ന സമയത്താണ്. MA നാടകമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിന് അക്കാഡമി ഫെസ്റ്റിവലിൽ ഞാനൊരു നാടകം ചെയ്തിരുന്നു. അതിന്റെ ജഡ്ജായിരുന്നത് മുകേഷ് ഏട്ടന്റെ പെങ്ങള് സന്ധി ചേച്ചിയാണ്. ഒപ്പം ഈ ഛായാമുഖിയുടെ അസോസിയേറ്റ് എൻ്റെ സീനിയർ ആയിരുന്ന നവാസിക്കയാണ്. ഇവര് രണ്ടുപേരുമാണ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തത്. അപ്പൊ ഈ മറിമായത്തിലൂടെ നിങ്ങൾ എപ്പോഴാണ് മനസ്സൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്? അല്ല, മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങള് സംസാരം തന്നെ തുടങ്ങിയത്. പൊതുവേ അറിയാലോ, കുറച്ചൊന്ന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കി, സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പൊ അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര സംസാരമായോ? തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട്. അപ്പൊ ഈ ഇപ്പോഴത്തെ തെലുങ്ക് സിനിമയില് എത്തി നിൽക്കാണ്. അതായത് നമ്മുടെ അമൃത ടിവിന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞിപ്പോൾ തെലുഗു സിനിമയിലെ ലിംഗുസ്വാമി അദ്ദേഹത്തിന്റെ പടത്തിലാണ്. തെലുങ്ക് സിനിമയുടെ ഒരു എക്സ്പീരിയൻസ്, ആദ്യത്തെ തെലുഗു മൂവി അല്ലേ? ആണ്. അത് മാത്രല്ല, അതിന് മുമ്പ് ഒരു സന്തോഷം പറയട്ടെ, അതും അമൃത ടിവിയിലൂടെ തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് പറയണത്. ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പോലും നമ്മൾ ഡയറക്ടറുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് ഹൈദരാബാദ് പോയിന്നേ ഇട്ടിരുന്നുള്ളൂ, തെലുഗു സിനിമ എന്ന് ഇട്ടിരുന്നു. ഡയറക്ടറുടെ പേര് ഇപ്പൊ ആദ്യമായിട്ടാണ് പറയണത്. അടിപൊളി. അപ്പൊ അത് വലിയൊരു പ്രൊജക്ട് ആണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു വർക്കിംഗ് എക്സ്പീരിയൻസ്? കഴിഞ്ഞോ ഷൂട്ട് അതെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഷെഡ്യൂള് ഹൈദരാബാദ് വെച്ചിട്ടാണ്. വേറൊരു മൂവിയും തെലുങ്കിൽ ചെയ്തു. വേറൊരു മൂവി കൂടി ഇതിന്റെ
കൂടെ തന്നെ അവിടെ പോയപ്പോ ആദ്യം അതാണ് ചെയ്തത്. അതും ഷെഡ്യൂളായിട്ടിരിക്കുകയാണ്. അതും വില്ലനാണോ കൊമേഡിയൻ ആയിട്ടാണോ അതെയോ സീരിയസ് റോളാണോ നായകനാണോ എന്താണ് സംഭവം? അത് പറയാൻ പറ്റില്ല. ഇല്ല, പറയാൻ പറ്റാതില്ല. ചെറുതായിട്ട് പറഞ്ഞാൽ തീട്ടോ, വെറുതെ ഇനി അവിടെ ചെല്ലുമ്പോ അവര് എന്തിനാണോ നീ പോയിട്ട് മലയാളത്തിൽ പറഞ്ഞത്? ചെറുതായിട്ട്, അതായത് വില്ലനാണോ? അല്ല അല്ല, അത് മതി, അത്ര അറിഞ്ഞാൽ മതി. വില്ലനല്ല, ശ്രീകുമാർ തെലുങ്കിൽ പോയി അഭിനയിക്കുന്ന വില്ലനല്ല എന്ന് മാത്രമാണ് നമ്മളിപ്പോ അറിയുന്നുള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങൾ വരുന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പോരെ? ഓക്കെ. അപ്പൊ ഇനി സ്നേഹിച്ചയുടെ പുതിയ വിശേഷം എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പുതിയ വിശേഷമൊന്നുമില്ല. കാണാനും ഒക്കെ അടിപൊളിയായിരുന്നു, ഗംഭീരം. സ്നേഹിച്ച് എങ്ങനെയാ ഒരു രാവിലത്തെ റൊട്ടീൻ എങ്ങനെയാണ്? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ചോദിച്ചാണ് മനഃപൂർവ്വം. നീ മടീനെ പറ്റി പറയരുത്. കാരണം എന്താ അറിയാ, ഇവൾ എന്റെ അടുത്ത് ഓട്ടം തുള്ളൽ പഠിക്കാൻ തുടങ്ങിയിട്ട് കാലത്രായി നേകി. അവൾ ഇതുവരെ എന്താ പഠിച്ചെന്ന് ഞാൻ പഠിച്ചു. അത് മാത്രം പഠിച്ചു. ഒരുപാട് പേരെ ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്നു. അതെ, ഓട്ടംതുള്ളൽ ഗുരുവായിട്ട് ഇങ്ങനെ വിലസാണ്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റും. കാരണം എന്താ പറയുക, നമ്മൾ ഓട്ടംതുള്ളൽ പഠിക്കാൻ തന്നെ പോകും. പക്ഷെ ഈ ചേച്ചി നമ്മളെ പ്രലോഭിപ്പിച്ച് മസാലോശ കഴിക്കാൻ കൊണ്ടുപോകും. ഒന്നല്ല, അവളുടെ മെയിൻ പ്രശ്നം വെച്ചാൽ അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതന്നെ ഇന്ന് പഠിപ്പിച്ചത് നാളെ അവൾ അതന്നെ പഠിക്കണം. മറ്റേത് പഠിച്ചാലല്ലേ വേറെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സ്നേഹിച്ചൊരു ഓട്ടംതുള്ളൽ നമുക്ക് കാണണ്ടേ? അത് വേണ്ടേ? പിന്നെ സ്നേഹികുമാരേട്ടന് സ്ഥിരം കാണുന്നതായിരിക്കും, പക്ഷെ നമ്മൾ പ്രേക്ഷകർ അങ്ങനെ കാണാറില്ലല്ലോ. അപ്പോ ജഡ്ജസ് പ്ലീസ് നോട്ട്, ചെസ് നമ്പർ 305 വേദിയിൽ ഓട്ടംതുള്ളൽ മത്സരം ആരംഭിക്കുകയാണ്. കല്ലും മരങ്ങളും തല്ലി തകർത്തു, കല്ലും മരങ്ങളും തല്ലി തകർത്തു,
ചെല്ലുന്ന നേരത്തു മരങ്ങളും തല്ലിത്തകർത്തു ഉല്ലാസമോടങ്ങു ചെല്ലുന്ന നേരത്ത് പന്തണി കൊങ്കമാർ പന്തി നിരക്കവേ പന്തടിക്കുന്നതും ചിന്തു പാടുന്നതും പന്തടിക്കുന്നതും ചിന്തു പാടുന്നതും എന്തെങ്കിലും പാടത്തെ ഞങ്ങളോട് കൊങ്ങണ പാടണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഞങ്ങളിങ്ങനെ പാടും. ഇതാണ്